ഹലോ. അങ്ങനെ വീണ്ടും ഒരു ട്രെയിൻ യാത്ര. പക്ഷേ ഇപ്രാവശ്യം ഒരു ടെൻഷൻ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ടിക്കറ്റ് കൺഫേം ആയിട്ടുണ്ടായിട്ടില്ല. അതുകൊണ്ട് പോകണോ വേണ്ടിയോ എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു ഉണ്ടായത്. അവസാനം എന്തായാലും മുന്നോട്ട് വെച്ച കാലം മുന്നോട്ട് തന്നെ വിചാരിച്ച് പുറപ്പെട്ടു. ഇടയ്ക്ക് മഴയൊക്കെ ചാറുന്നുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് ദിവസം രാവിലെ ആയാലും രാത്രി ആയാലും ചെറുങ്ങനെ ചിണുങ്ങി മഴയൊക്കെ പെയ്യുന്നുണ്ടായി. ഷൊർണൂർ എത്തിയപ്പോഴാണ് തോന്നുന്നു ഞാൻ നല്ല വടയും അതുപോലെ തന്നെ ഇഡ്ഡലിയും വാങ്ങിയിട്ടുണ്ടായിരുന്നു. വട ആദ്യം തന്നെ ഞാൻ കഴിച്ചു. സാമ്പാറും അതിൻ്റെ ഭയങ്കര ഷോക്കായിരുന്നു. വെള്ളത്തിൽ പൊടിയിട്ട് തന്നതുപോലെ ഉണ്ടായിരുന്നു. അങ്ങനെ കാഴ്ചകളെല്ലാം കണ്ടിട്ട് ഞാൻ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ടായി. ഇത് പർച്ചേസിന് പോകുന്നുണ്ടായതാണ്. പോയപ്പോൾ തന്നെ ഇതാ ഫസ്റ്റ് ടൈം ഞാൻ ഇങ്ങനെ ഒരു സംഭവം കാണുന്നത്. കാരണം ഇത്രയും അടുത്തൊന്നും പ്രാവ് ഇങ്ങനെ നിൽക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടുണ്ടായിട്ടില്ല. പർച്ചേസിന് പോയിട്ടുണ്ടായതാണ്. കുറേയൊക്കെ ഡ്രസ്സെല്ലാം എല്ലാം നോക്കിക്കഴിഞ്ഞു. ഒരു 4 മണിയായിട്ടുണ്ടെങ്കിൽ ഞാൻ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായി. കടയൊക്കെ അടിച്ചു വാരി തുടക്കുന്ന സമയത്താണ് ഞാൻ അവിടെ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ലാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത്. നല്ല ചിക്കൻ ബിരിയാണി അതുപോലെ തന്നെ ലൈം ജ്യൂസും കൂടെ കുടിച്ചു. എന്നിട്ട് വീണ്ടും പണി തുടങ്ങി. അങ്ങനെ വീണ്ടും ഷോപ്പിലേക്ക് തന്നെ വന്നിട്ടുണ്ടായി. കുറേ നേരം ചുറ്റി നടന്നിട്ട് എല്ലാം കണ്ട് കുറേ ഫോട്ടോസ് എടുത്ത് ട്രൈ ചെയ്ത് നോക്കി. അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്തിട്ട് വന്നിട്ടുണ്ടായത്. തിരിച്ച് രാത്രി ട്രെയിനിൽ വന്നിട്ട് ചപ്പാത്തിയും അതുപോലെ തന്നെ മുട്ടക്കറിയും ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. രാത്രി 1:30 ആയപ്പോൾ ഞാൻ തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഏൻ്റീൻ്റെ വീട്ടിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നു. പോയപാട് നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ നല്ല മീൻകാരൻ്റെ ഓണടി കേട്ടിട്ടാണ് എണീച്ചിട്ടുണ്ടായി. പോയി നോക്കിയപ്പോൾ നല്ല കക്കയുണ്ടായിരുന്നു. അങ്ങനെ 200 രൂപക്കാണ് ഈ സാധനം നമുക്ക് കിട്ടിയിട്ടുണ്ടായത്. പക്ഷേ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിട്ടില്ല. ഞങ്ങൾ നേരത്തോടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അന്ന് അവൻ്റെ ബർത്ത്ഡേ ആയിരുന്നു, എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അവിടുന്ന് കേക്ക് നിന്ന് നേരെ എൻ്റെ വീട്ടിലേക്ക് വന്നു. ഈ ഒരു ലഞ്ച് ബോക്സ് ആക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ചോറ് വീട്ടിലിരുന്ന് കഴിക്കാനുള്ള സമയമില്ല. കാരണം എനിക്ക് പെട്ടെന്നൊരു സ്ഥലത്തേക്ക് പോകാനുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വണ്ടി പഠിക്കുന്നുണ്ടായിരുന്നു. ലൈസൻസ് കിട്ടിയതിന് ശേഷം ഇപ്പോഴാണ് വണ്ടി എടുക്കാൻ ഒരു അവസരം കിട്ടിയിട്ടുണ്ടായത്. ചോറും പയറുവറവും അതുപോലെ തന്നെ മീൻ പൊരിച്ചതും അച്ചാറും ചെമ്മീനും അതുപോലെ തന്നെ മുരിങ്ങാക്കോലും കറിയും ഉണ്ടായിരുന്നു. വണ്ടിയിൽ തന്നെയാണ് ഇരുന്ന് കഴിച്ചിട്ടുണ്ടായത്.